നമ്മളിന്ന് വചനം ഇന്ന് സ്തോത്രം ഞാനൊരു വചനം പ്രിപ്പയർ ചെയ്ത് വെച്ചു. പക്ഷേ ഇന്ന് കർത്താവ് രാവിലെ എഴുന്നേക്കാൻ നേരത്ത് എൻ്റെ ഹൃദയത്തിനകത്തൊരു വചനം ഇട്ടു തന്നു. ആ വചനം എടുത്ത് അങ്ങനെ ചിന്തയ്ക്കകത്തേക്ക് നമുക്ക് കയറാം. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം, 1 John chapter 4 verse number 10. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ദിസ് ഇസ് റിയൽ ലവ്. Not that we loved God, but that He loved us and sent His Son as a sacrifice to take away our sins. സ്തോത്രം. അന്ന് വായിക്കാം. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. ഇന്ന് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കി. അവിടുന്ന് അത് പതുക്കെ മെല്ലെ വായിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. ഓ ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. നാം സ്നേഹിച്ചതല്ല, പക്ഷെ നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ഇന്ന് വീണ്ടും ഒന്ന് ആ കാതുകൾ കേൾക്കുന്ന വണ്ണം, ആ അന്തരീക്ഷം കേൾക്കുന്ന വണ്ണം ഒന്ന് പറഞ്ഞ്, ഞാനല്ല കർത്താവിനെ സ്നേഹിച്ച, പക്ഷെ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഇതല്ലേ ദിവ്യ സ്നേഹം. ഹല്ലേലൂയ. നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹം, നമ്മളെ നല്ല വഴിയെ നടത്തുന്ന സ്നേഹം, നമ്മളെ പാപത്തിൽ നിന്ന് ഓടി അകറ്റാൻ നിർബന്ധിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. നാം സ്നേഹിച്ചതല്ല, പക്ഷെ നമ്മെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് സ്നേഹമൊന്നും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്നവര്, എന്നെ ആരും കരുതുന്നില്ല എന്നൊക്കെ പറയുന്നവര്, ഇന്ന് കാത് കേൾക്കുന്ന വണ്ണം, അന്തരീക്ഷം കേൾക്കുന്ന വണ്ണം ഒക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്ന ദിവ്യ സ്നേഹം. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ്, എന്നോട് ഭയങ്കര സ്നേഹമാണ് കർത്താവിന്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ പലവരും പറയും, ഓ ഇതെന്തുവാ, ഇതാണോ സുവിശേഷം? പക്ഷെ ഇതാണെന്നേ സുവിശേഷം. യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സദ്വാർത്ത. യേശു കർത്താവ് പറഞ്ഞത്, ലോകം മൊത്തം പോയി നിങ്ങൾ എൻ്റെ സാക്ഷിയാകാൻ. എന്തിനാ സാക്ഷിയാവുന്നേ? യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സാക്ഷിയാകാൻ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ രോഗം മാറ്റി തന്നത്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പാപത്തിനെ നീക്കി തന്നത്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ അവസ്ഥകളെ മാറ്റി തന്നത്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ നശിച്ചു പോകാതെ, ഞാൻ ഇല്ലായ്മയായി പോകാതെ എന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് മഹാസ്നേഹം. ഈ മഹാസ്നേഹം എന്ത് ചെയ്തു? 1 കൊരിന്ത്യരുടെ ലേഖനം 1:27 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം ഈ മഹാസ്നേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യരുടെ ലേഖനം 1:27-ാം തിരുവചനം ഒന്ന് വായിക്കാം. ഇൻസ്റ്റെഡ് God chose the things the world considers foolish in order to shame those who think they are wise, and He chose things that are powerless to shame those who are powerful. And 28, God chose things despised by the world, things counted as nothing at all, and used them to bring to nothing what the world considers important. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. അപ്പൊ 1 ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. 2 ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഒന്നുമില്ലാത്തതിനെയും ബലമില്ലാത്തതിനെയും ഒക്കെ തിരഞ്ഞെടുത്തു. 4 കാര്യത്തിനെയാണ് തിരഞ്ഞെടുത്ത്. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആരെയൊക്കെ തിരഞ്ഞെടുത്തത്? ബുദ്ധിയില്ലാത്തതിനെ, ശക്തിയില്ലാത്തതിനെ, ആർക്കും വേണ്ടാത്തതിനെ, ഒന്നുമില്ലാത്തതിനെ. ഹല്ലേലൂയ. നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നോക്കിയിട്ട്, പലവരും ഉണ്ട് ഇന്ന് ലോകത്ത്, അങ്ങനെയൊക്കെ ജീവിതത്തിനെ നോക്കിയിട്ട് പറയും, അയ്യോ എനിക്ക് ശക്തിയില്ല. പക്ഷേ ശക്തിയില്ലാത്തപ്പം ദൈവം പറയും, ഞാനാണ് ശക്തി. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനെ നോക്കിയിട്ട് നമ്മൾ പറയും, അയ്യോ കർത്താവ് എനിക്ക് ബുദ്ധിയൊന്നുമില്ല, അവരെ പോലൊന്നും ബുദ്ധിയില്ല. ഇങ്ങനെയൊക്കെ പറയാനും എടുക്കാനും ചെയ്യുവാനും അവരൊക്കെ ദാണ്ട് മിടുക്കന്മാർ ഓടിപ്പോകുന്നു. അപ്പം കർത്താവ് പറയും, കുഞ്ഞ് നിനക്ക് ബുദ്ധി വേണ്ട, എൻ്റെ പൂർണ്ണമായ ജ്ഞാനം അറിവും നിൻ്റെ അകത്ത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്.
ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു യേശുവിനകത്ത് ദൈവത്തിൻ്റെ സകല ജ്ഞാനവും അറിവുമുണ്ട്. ഇന്ന് ബുദ്ധിയില്ല, എനിക്ക് പഠിത്തമില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എൻ്റെ യേശു കർത്താവിൻ്റെ പൂർണ്ണ ജ്ഞാനവും അറിവും ഇട്ട് തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ബുദ്ധിയില്ലാത്തതിനെയൊക്കെ എടുത്ത് ദൈവം ജ്ഞാനം കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. 3 നമ്മളവിടെ വായിച്ചു കേട്ടത്, അതിൻ്റെ 28 വായിച്ചു കേട്ടത്, അല്ല 28 ഒന്നും കൂടെ വായിച്ചേ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനതവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അപ്പം കുലീനതവും നികൃഷ്ടമായ ഏതുമില്ലാത്തതുമായതിനെ തെരഞ്ഞെടുത്തു. മറ്റുള്ളവരൊക്കെ നോക്കിയിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞതിനെ എൻ്റെ കർത്താവ് വന്നിട്ട് വാരിക്കോരി തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണമെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിലോട്ട് ആയി കഴിഞ്ഞപ്പം അവസ്ഥകൾ മാറി. സ്തോത്രം. ഏതുമില്ലാത്തത്, ഒന്നുമില്ലാതെ ഇരിക്കുന്ന ശൂന്യതയ്ക്കകത്ത് പണിയുന്നവൻ വന്നിട്ട് ഹല്ലേലൂയ ശൂന്യമായിരിക്കുന്നതിനെ എടുത്തിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കും. സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ ഇന്ന പാരമ്പര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട്, ഞാൻ പണമുള്ള വീട്ടിലെയാ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബ മഹിമയുള്ളതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്ര പഠിത്തമുള്ളവരാ. ഞാൻ പറയട്ടെ, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും വമ്പ് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠിത്തം കൊണ്ടാണ്, കഴിവും കൊണ്ടാണ്, ഞാൻ എൻ്റെ അറിവും കൊണ്ടാണ് ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കർത്താവ് അവസ്ഥകൾ ഇട്ടു തരും, അവസരങ്ങൾ ഉണ്ടാക്കി തരും. ഇതിനെയെല്ലാം മായിച്ചിട്ട് ഒരു ദിവസം വിളിച്ചു പറയും, കർത്താവേ, എൻ്റെ കഴിവും കൊണ്ടല്ല, പക്ഷെ അങ്ങയുടെ കഴിവും കൊണ്ടാ, എൻ്റെ ശക്തിയും കൊണ്ടല്ല, അങ്ങയുടെ ശക്തിയും കൊണ്ടാ, അല്ലെ എൻ്റെ മിടുക്കും കൊണ്ടല്ല, പക്ഷെ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അത്രയും ഞാനിവിടെ നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പോലും യേശുവിനെ അറിഞ്ഞിട്ട് പറയാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. ഹല്ലേലൂയ, എൻ്റെ കഴിവ് കാരണമാണ്. ഇന്ന് ലോകത്ത് തള്ളിക്കിടക്കുന്ന ഒരു കുടുംബത്തിനകത്ത് വേണ്ടാതിട്ടിരിക്കുന്നത് നമുക്ക് ഉദാഹരണമുണ്ട്. ഹല്ലേലൂയ. ദാവീദിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ശമൂവേൽ ചെന്നു, അല്ലേ? പക്ഷേ ശമൂവേൽ നോക്കുമ്പം സൗന്ദര്യമുള്ളവർ, മിടുക്കുള്ളവർ, ശക്തിയുള്ളവർ, നീളമുള്ളവർ, വണ്ണമുള്ളവർ ഒക്കെയായിരുന്നു സഹോദരന്മാർ. ഓരോരുത്തരെയും കണ്ടപ്പം ശമൂവേലിൻ്റെ ഹൃദയത്തിനകത്ത് തോന്നി, ഇവനെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവാക്കാൻ. പക്ഷെ ഓരോന്നിനെയും നോക്കിയപ്പോൾ ഓരോന്നിനും ഓരോ കഴിവുള്ളവരായിരുന്നു. നോക്കിയപ്പം തിരുവചനം പറയുന്നു, ഹൃദയങ്ങളെ അറിയുന്ന നല്ല കർത്താവ് ഹല്ലേലൂയ പറഞ്ഞു, ഇവനുമല്ല, പക്ഷെ ഇവർക്കാർക്കും വേണ്ടാത്ത ഒരുവൻ കാട്ടിക്കിടപ്പുണ്ട്. സ്തോത്രം. അവനെയാണ് എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. അവനെ വിളിച്ചു വരുത്തിയിട്ട് എവിടെ കൊണ്ടുപോയി? കാട്ടിൽ കിടന്ന് ആടുകളെ മേയിച്ചവനെ രാജാവിൻ്റെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തി. സ്തോത്രം. 12 സഹോദരന്മാരുടെ ഇടയിൽ വലിയ കഴിവൊന്നും ഇല്ലാഞ്ഞിട്ടാ ജോസഫിനെ അവർ പിടിച്ചിട്ട് അവർ കൊണ്ടുപോയി കുഴിക്കകത്തുമിട്ട് അവർ വിറ്റും കളഞ്ഞത്, അല്ലേ? ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ആർക്കും വേണ്ടാത്തതിനെ, നികൃഷ്ടമായി തള്ളിക്കളഞ്ഞതിനെ, ഇതിനെ ഒന്നും കൊള്ളത്തില്ല, നിനക്കൊക്കെ എന്ത് കഴിവുണ്ട് എന്ന് ചോദിച്ചതിനെ എൻ്റെ കർത്താവ് എടുത്തിട്ട് എന്തു ചെയ്തു? ഹല്ലേലൂയ. രാജ്യത്തിലെ തലവനാക്കി വെച്ചു. സ്തോത്രം. ഇന്നും ഈ മഹാ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തതിനെയും ഒക്കെ എടുത്തിട്ടാണ്, പെറുക്കി എടുത്തിട്ടാണ് കർത്താവ് പറയുന്നത്, കണ്ടോ, ഇതാണ് എൻ്റെ മഹത്വം. ഹല്ലേലൂയ. ഇങ്ങനെ ഒന്നുമില്ലാത്ത ശൂന്യതയായി കിടക്കുന്ന, അല്ലെങ്കിൽ കഴിവില്ലാതെ, പഠിത്തമില്ലാതെ ഒക്കെ കിടക്കുന്നതിനെ എടുത്തിട്ടാണെന്നേ എൻ്റെ കർത്താവ് എടുത്തിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുന്നത്. വലിയ കഴിവും മിടുക്കും ഉള്ളതിനെ ഒന്നും കർത്താവിന് വേണ്ട. എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ആ ബുദ്ധി താത്ത് വെച്ചിട്ട് ദൈവസന്നിധിയിൽ വന്നാലേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിസ്സാരമല്ല. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാ. എന്നാലേ കർത്താവിന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ, ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ക്രിയ എന്ന്. ഹല്ലേലൂയ. നമ്മുടെ കഴിവും പലവരെയും നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? കുറേ കഴിവുണ്ട്, കുറേ മിടുക്കുണ്ട്, ഞാൻ എവിടുത്തെയൊക്കെയാ, എൻ്റെ കഴിവാൽ, എൻ്റെ ശക്തിയാൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനെ ഒന്നിനെയും ഹല്ലേലൂയ പ്രയോജനപ്പെടുത്താൻ
പറ്റത്തില്ല. പക്ഷെ എവിടെ കിരീടങ്ങളൊക്കെ അഴിച്ചു വെക്കുന്നോ, എവിടെ കിരീടങ്ങളൊക്കെ ദൈവസന്നിധിയിൽ താത്തു വെക്കുന്നോ, ഹല്ലേലൂയ, ദൈവത്തിന് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നേ. 1 കൊരിന്ത്യരുടെ ലേഖനം 1:27-29 അങ്ങനെ 4 കാര്യങ്ങളാണ് കാണുന്നത്. എന്താണ് പോഷമായതുള്ളത്, ഹല്ലേലൂയ, പവർലെസ്, ശക്തിയില്ലാത്തത്, ബുദ്ധിയില്ലാത്തത്, ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞത്. സ്തോത്രം. ഇതാണ് മഹാസ്നേഹം. അതാ 1 യോഹന്നാൻ 4:10 നമ്മൾ വായിച്ചു കേട്ടത്. എന്താണ്? ഇതാണ് ദിവ്യ സ്നേഹം. ഇതാണ്, ദിസ് ഇസ് റിയൽ ലവ്. ഹല്ലേലൂയ. എന്നെ ദൈവം സ്നേഹിച്ചു. നമ്മളെയൊക്കെ സ്നേഹിക്കുവാനായിട്ട് നമുക്കൊന്നും മഹിമ പറയാനായിട്ട് ഇല്ല. ഹല്ലേലൂയ. ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. ദിവസം ചെല്ലുന്തോറും കർത്താവിനെ പോലെ ആയിത്തീരുവാൻ. റോമാക്കാരുടെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം, റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 24. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ആൻഡ് വി ആർ അമംഗ് ദോസ് ഹൂം ഹി സെലക്റ്റഡ് എന്ന് വായിച്ച് 9:24. And we are among those whom he selected, both from the Jews and from the Gentiles. തന്റെ തേജസ്സിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. 9:24 വളരെ ദീർഘക്ഷമയോടെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? ആമേൻ. സ്തോത്രം. And we are among those whom he selected, both from the Jews and from the Gentiles. യൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിൽ നിന്നും നമ്മളെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയാ വചനം കിടക്കുന്നത്. സ്തോത്രം. അല്ലെ, ഇന്നൊന്ന് നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, കർത്താവ് എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് മലയാളത്തിൽ 9:23. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. പല മിടുക്കുള്ളവരുടെ ഇടയിൽ നിന്നും കഴിവുള്ളവരുടെ ഇടയിൽ നിന്നും ഒക്കെ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾക്കകത്തൊക്കെ ആർക്കും വേണ്ടാത്തതിനെയാ കർത്താവ് തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും തള്ളിക്കളഞ്ഞതിനെയൊക്കെയാ കർത്താവ് തെരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. ഇന്ന് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാം നല്ലതാണെന്ന്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് വീഴേണ്ട സമയമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ട മുഖാന്തരമാത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 17-18 17-18 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് ഫറവോനോട് ദൈവം പറഞ്ഞു. എന്നിട്ട് അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നും. മനസ്സുള്ളവനോട് ദൈവം കരുണ തോന്നുകയും തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. ആമേൻ. സ്തോത്രം. ചിലവരുടെ ഹൃദയമോ കഠിനമാക്കുന്നു. ഇത് ഒരു തീർത്തും ഒരു മുഖ്യ ഒരു ഭാഗമാണ്. ചിലവരോട് എത്ര പറഞ്ഞാലും, ചിലവരെത്ര വചനം കേട്ടാലും, എത്ര സത്യം കേട്ടാലും അവർ മനം തിരിയത്തില്ല, അല്ലേ? കർത്താവ് പറയുന്നു, ചിലതിനെയൊക്കെ മാറ്റി വെച്ചിരിക്കുക, ഹൃദയ കാഠിന്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക, ചിലതിനെയോ അനുഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഈ നല്ല സുവിശേഷം കേട്ട്, നല്ല വചനം കേട്ട്, ക്രിസ്തു എന്നെ സ്നേഹിച്ചു, ഞാനല്ല യേശുവിനെ സ്നേഹിച്ച്, പക്ഷെ ദൈവം എന്നെ തൻ്റെ മഹാസ്നേഹത്താൽ സ്നേഹിച്ച്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ ആകർഷിച്ച് പുത്രൻ്റെ രാജ്യത്തിനകത്തേക്ക് ആക്കി വെച്ചത്, ഇതാണ് ദിവ്യ സ്നേഹം. ഈ ദിവ്യ സ്നേഹം കേട്ട് കേട്ട് നമ്മളുടെ കാതുകൾക്കകത്ത് കേട്ട് നമ്മളുടെ സ്വഭാവം രൂപാന്തരപ്പെട്ട്, അല്ലെ, നമ്മൾ ഇന്ന് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് നിൽപ്പുണ്ടോ? അതിനെ ഓർത്ത് നമ്മളൊരു 10 ഹല്ലേലൂയ ദിവസവും പറയണം. സ്തോത്രം. എന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറയണം. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. ലോകത്തിൽ എല്ലാവർക്കും ഒന്നും ഈ ഭാഗ്യം കിട്ടത്തില്ല. എന്താ? ചിലവരെത്ര വചനം കേട്ടാലും അവരുടെ ഹൃദയം സൗമ്യമാകത്തില്ല, അവരുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയത്തില്ല. ഹല്ലേലൂയ. അവർ കേട്ടാലും അവർ ഈ സത്യത്തിനെ നിഷേധിച്ചിട്ട് അവർ ഓടിപ്പോകും. അവർ പറയും, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ കഴിവ്. പക്ഷെ ബുദ്ധിയില്ലാത്തതോ കഴിവില്ലാത്തതോ ഒന്നുമില്ലാത്തതോ അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞിട്ട് അവർ പറയും, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. ഹല്ലേലൂയ. ഈ
തെരഞ്ഞെടുപ്പ് തിരിച്ചറിയുന്നതാണ് മഹാഭാഗ്യം. സ്തോത്രം. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പുതപ്പ് നിസ്സാരമല്ല. ഏലിയാവ് നടന്നുപോയപ്പോൾ എലീഷാവിൻ്റെ മേലെ പുതപ്പ് ഇട്ടേച്ചു പോയി. എലീഷാവിന് തിരിച്ചറിഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന്. സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുന്നത് വെറുതെയല്ല. ഹല്ലിയ. ഒരു തവണയെങ്കിലും വചനം കേട്ടിട്ടുണ്ടോ? വചനത്തിൻ്റെ വിത്ത് അകത്ത് വീണിട്ട് ഈ വിത്ത് വളർന്ന് പന്തലിച്ച് അതൊരു വൃക്ഷമായി അതിൻ്റെ ഫലം നമ്മളല്ല അനേകർ അനുഭവിക്കുന്നത് കാണാൻ സാധിക്കും. സ്തോത്രം. ഹല്ലിയ. വിത്ത് കെട്ടുപോകത്തില്ല. ഈ അകത്ത് വീഴിരിക്കുന്ന വിത്ത് നശിച്ചു പോകത്തില്ല. അകത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ വചനമായ വിത്ത് നമ്മളെ ഉയർച്ചയിലേക്കും നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും എത്തിക്കും. സ്തോത്രം. എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ വായിച്ചു കേട്ടത്? അല്ലെ, ഇതാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. റോമൻസ് 9:17 എന്താ നമ്മൾ വായിച്ചു കേട്ടത്? ഒന്നും കൂടെ വായിച്ച് 9. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിന് എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തിരുവഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്തു. ഫറവോൻ. എന്നിട്ട് 18 വായിച്ച്, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയാ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് വിട്ടുകൊടുത്ത് നിൽക്കാം. അല്ലെങ്കിൽ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബുദ്ധിയില്ലായ്മ മനുഷ്യൻ്റെ ബുദ്ധിയെക്കാട്ടിലും വലുതാ. ഇന്ന് ദൈവം നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാനാ. നാം അല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, പക്ഷേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ അങ്ങനെ നിർബന്ധത്താൽ ഞാൻ പോയി വചനം കേട്ടു, അങ്ങ് മനസ്സിൽ തോന്നി ഞാൻ പോയി വചനം കേട്ടു, ഞാൻ യേശുവിലാകാൻ അങ്ങ് തീരുമാനിച്ചു. നോ. അത് കർത്താവിൻ്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. കർത്താവ് ഓരോ മനുഷ്യരെ നമ്മളുടെ നടുവിൽ കൊണ്ടിട്ട് നമ്മളെ ഒരുപക്ഷെ വചനം പറഞ്ഞ് നിർബന്ധിച്ച് ആകർഷിച്ച് കാണും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഉണർവ് തോന്നിച്ച് തന്നു കാണും, എനിക്കും ഒന്ന് പോകണമെന്ന്. നമ്മളെ കർത്താവ് ആകർഷിച്ചത്. ഇന്ന് ആർക്കും വമ്പ് പറയാൻ പറ്റത്തില്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഞാൻ യേശുവിനെ അന്വേഷിച്ചു പോയി. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതാ. കർത്താവ് ആകർഷിക്കാതെ ആർക്കും ദൈവസന്നിധിയിലെത്താൻ പറ്റത്തില്ല. ഇതാണ് മഹാസ്നേഹം. എൻ്റെ പാപം, എൻ്റെ ശാപം, എൻ്റെ നാശം, എൻ്റെ മരണം, എൻ്റെ രോഗം എല്ലാം എന്നിൽ നിന്നും നീക്കി മാറ്റാൻ വേണ്ടി കർത്താവ് എന്നെ ആകർഷിച്ച്, എന്നെയും നിങ്ങളെയും ആകർഷിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇതാണ് മഹാസ്നേഹം. ഇതാണ് ദിവ്യ സ്നേഹം. സൗജന്യമായി 1 യോഹന്നാന്റെ ലേഖനം 4:10 വായിക്കുമ്പോൾ സ്തോത്രം, അതിനകത്ത് വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. 4:10 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ. സ്തോത്രം. എന്തിനാ സ്നേഹിച്ചത്? സൗജന്യമായി നമ്മുടെ പാപം മാറ്റിക്കളയാൻ വേണ്ടി. ഇന്ന് നമ്മൾ ആരും പാപികളും കുറ്റക്കാരും അല്ല. ഹല്ലേലൂയ. ഇനി നെഞ്ചത്തലച്ച് പറയല്ലേ, അയ്യോ പാപിയായ ഞാൻ എന്ന് പറയല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് തീർച്ചയായിട്ടും ഇന്ന് മനസ്സിലാക്കണം, ദൈവസ്നേഹം എന്ത് ചെയ്തു? എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും എൻ്റെ മരണത്തെയും എൻ്റെ ലംഘനത്തെയും എൻ്റെ ഇരുട്ടിനെയും എൻ്റെ ബന്ധനത്തെയും സകലതും എടുത്തു മാറ്റി. ഹല്ലേലൂയ. ജീവിതത്തിനെ നോക്കിയിട്ട് പറയല്ലോ, അയ്യോ അത് വലിയ മഹാബന്ധനമാ പറയല്ലേ. സ്തോത്രം. ജീവിത പങ്കാളിയെ നോക്കിയിട്ട് പറയല്ലേ, ബന്ധിക്കപ്പെട്ട് കിടക്കുവാന്ന് പറയല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. നാം വാഴുന്നിടത്ത് ക്രിസ്തു വാഴുന്നുണ്ട്. നാം വാഴുന്നിടത്ത് നമ്മളെ വാഴാനാണ് വിളിച്ചിരിക്കുന്നത്, അല്ലാതെ എഴയാനല്ല വിളിച്ചിരിക്കുന്നത്, വാഴാനാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് വാഴണം. സ്തോത്രം. നമ്മുടെ മക്കളെ ഒന്ന് നോക്കി പഠിച്ചേ. അവർ കൂട്ടുകാരോട് ചെന്ന് പറയും, ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാലൊന്നും എന്നെ വഴക്ക് പറയത്തില്ല, എൻ്റെ അമ്മായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി, എന്നെ ഒന്നും അടിക്കത്തില്ല അല്ലേ. എൻ്റെ മക്കൾക്ക് അങ്ങനെ പറയാൻ നല്ല ചങ്കൂറ്റമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. നിങ്ങളുടെയും എൻ്റെയും മക്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ സ്വർഗത്തിലെ അപ്പായുടെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന നമുക്ക് പറയാൻ സാധിക്കണം, സ്വർഗത്തിലെ എൻ്റെ അപ്പ എന്നെ ബന്ധിക്കുന്നവനല്ല, എന്നെ അടിക്കുന്നവനല്ല, എന്നെ ശിക്ഷിക്കുന്നവനല്ല. സ്തോത്രം. പക്ഷെയോ എന്നെ തൻ്റെ മഹാസ്നേഹത്താൽ സ്നേഹിക്കുന്നവനാ.
ഹല്ലേലൂയ. ഈ ദിവ്യ സ്നേഹം കാരണം കൊണ്ട് നമുക്ക് ഏത് സമയവും ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ സാധിക്കും. ഈ ദിവ്യ സ്നേഹം കാരണത്താൽ ഹല്ലേലൂയ ഏത് സമയത്ത് നമ്മുടെ ഏത് ആവശ്യങ്ങളും പറയാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ ദിവ്യ സ്നേഹത്താൽ ഹല്ലേലൂയ നമുക്കൊരു ഉറപ്പും ധൈര്യവുമുണ്ട്. ഹല്ലേലൂയ, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല, ഞാൻ ഇല്ലായ്മയായി പോകത്തില്ല. ഹല്ലേലൂയ. ഈ ദിവ്യ സ്നേഹത്താൽ എനിക്കും നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പില്ലാത്തവർക്ക് ഉറപ്പുണ്ടാകണം. ബന്ധനം വരത്തില്ല. ഹല്ലേലൂയ. ഭൂതം കയറി വരത്തില്ല, കെട്ടുകൾ സംഭവിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവ്യ സ്നേഹത്താൽ ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. എൻ്റെ നടുവിൽ രോഗം വാഴത്തില്ല, ക്ഷീണം വാഴത്തില്ല, ദാരിദ്ര്യത്തിന് തലപൊക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ദിവ്യ സ്നേഹത്താൽ ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നന്മയും എൻ്റെ അവകാശമാണെന്ന്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാഴ്ചപ്പാടുകൾ മാറട്ടെ. സ്തോത്രം. ബോധ്യം കൊണ്ട് നിറയട്ടെ. എന്താണ് ആ ബോധ്യം? തൻ്റെ സ്നേഹത്താൽ എന്ത് ചെയ്തു? എൻ്റെ സകല പാപത്തെയും മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇനി പാപമില്ല, ശാപമില്ല, ബന്ധനമില്ല. ഹല്ലേലൂയ. പക്ഷേ ഇനിയുമുള്ളതോ ദിവ്യ സ്നേഹത്താൽ ഉയരുന്ന ഉയർച്ചയും നന്മയും അനുഗ്രഹവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശോ എൻ്റെ സ്വാതന്ത്ര്യത്തിനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഞാൻ സ്വതന്ത്രയാ ക്രിസ്തുവിൽ. ഹല്ലേലൂയ. എൻ്റെ സ്വാതന്ത്ര്യത്തിനെ വിളിച്ചു പറയുന്നു. ഇന്ന് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കണം, ഞാനല്ല കർത്താവിനെ സ്നേഹിച്ച്, പക്ഷേ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. ഈ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുളിരു കോരണം. ഹല്ലേലൂയ. ഈ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നിറയണം. ഈ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സകല കഷ്ടതകളും ചിന്തകളും മാറിപ്പോകണം. കർത്താവ് സ്വാതന്ത്ര്യത്തിനകത്തേക്കും ഉയർച്ചയിലേക്കകത്തേക്കും വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.